നമ്മുടെ ബ്രെയിനിന്റെ പൊസിഷൻ നമ്മുടെ ഹേർട്ടിനേക്കാൾ കുറച്ചുകൂടെ ബിലോ ആണ്, അടിയിലേക്കാണ് വരിക. അപ്പൊ എക്സസ് ബ്ലഡ്, കൂടുതൽ ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നിട്ട് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മസ്തിഷ്കത്തിന് അത് കൂടുതൽ എനർജി നൽകും, കൂടുതൽ ഊർജം നൽകുമെന്നാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നോക്കിങ്ങള്, ലോകത്ത് ഒരു മതസ്ഥർക്കും ഇങ്ങനത്തെ ഒരു ഇബാദത്തില്ലല്ലോ. അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ ബൗദ്ധികമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യായാമം പോലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അതൊക്കെ ചെയ്യാൻ, മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉറക്കാമേയും പറയും. അള്ളാഹു മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, നമസ്കാരത്തിലൊക്കെ ഒരുപാട് 5 വക്ത് നമസ്കാരം അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്നത് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സമയത്താണ്. നമ്മുടെ ബയോളജിക്കലി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ്. ആ 5 വക്തിന്റെ അവ്വൽ വക്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണ്. എന്തിന്? എക്സസൈസ് ചെയ്യാൻ. അത്രക്ക് കൃത്യമായിട്ടാണ് അതിന്റെ ടൈമിംഗ് പോലും അല്ലാഹു തആല നിശ്ചയിച്ചത്. പിന്നെ നോമ്പ്, ഞാൻ വന്നപ്പോ ഇടയിൽ പറയാണ്, നോമ്പിനൊക്കെ ഒരുപാട് ആരോഗ്യ രഹസ്യങ്ങൾ. ഒരാൾ രാവിലെ മുതൽ പട്ടിണി കിടക്കുകയാണ് അല്ലേ, ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നോമ്പെടുക്കുമ്പോ അയാളെ ചെറുകുടലിലെ പെരിറ്റോണിയം പൊട്ടിയിട്ട് ഒരു എൻസൈം ഊർന്നിറങ്ങും. ആ എൻസൈം കാരണം ഇവന് ഒരുപാട് തവണ 10 ടൈംസ് ഇവന്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി അല്ലെ, പ്രതിരോധ ശക്തി, അത് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നാണ്. അത് ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയ ഒരു ട്രൂത്താണ്. അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ സയന്റിഫിക്കലി നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആപ്റ്റാണ്. വളരെ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഡോക്ടർ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും അല്ലെ, ട്രാക്ക് സ്യൂട്ട് ധരിച്ചുകൊണ്ട് അല്ലെ, കിലോമീറ്ററുകളോളം നടക്കും. ഇപ്പൊ റോഡിലൊക്കെ അത് എപ്പോഴും കാണാൻ പറ്റിയ ഒരു സംഭവമാണ്, ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ചെയ്താൽ, കൃത്യമായി ചെയ്താൽ അള്ളാഹു സകല അസുഖങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യശാസ്ത്രപരമായിട്ട് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അള്ളാഹു നല്ലതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ കുറിച്ച് പറഞ്ഞത്, വലാ യസ്നൂ, അവർ വ്യഭിചരിക്കാത്തവരാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടും വ്യഭിചാരം നടത്തി പോവുകയാണ്. അല്ലാഹുവേ, ഈ സമുദായത്തെ നീ കാക്കണേ അല്ലാ. പൂജാരിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ പാവപ്പെട്ട പൊന്നുമോളുടെ കഥനത്തിന്റെ കഥ നമ്മൾ കേട്ടതല്ലേ. നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അന്യമതക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന